വേദന ശരീരത്താണെങ്കിലും മനസ്സിനാണെങ്കിലും സ്വയം അനുഭവിച്ചവർക്കല്ലാതെ ആർക്കും അതിൻ്റെ തീവ്രത മനസ്സിലാവില്ല. ആത്മാർത്ഥതയില്ലാത്ത സ്നേഹബന്ധങ്ങളിൽ നിന്നെല്ലാം സ്വയം ഒഴിഞ്ഞു മാറണം. നമ്മളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന വാശിയിൽ തേടി വരുന്ന സ്നേഹത്തെ ചേർത്തു പിടിക്കണം. അത് പ്രണയമായാലും സൗഹൃദമായാലും. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം മാറാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. പക്ഷെ കണ്ണ് നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല. എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും. തളർന്നു വീണത് കണ്ടാൽ ചിരിക്കാൻ പലരും ഉണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന ബോധ്യം ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. സംസാരിക്കരുത്, പ്രവർത്തിക്കുക. പറയരുത്, ചെയ്ത് കാണിച്ചാൽ മതി. വാഗ്ദാനം ചെയ്യരുത്, തെളിയിക്കുക. ഒരു സ്വാർത്ഥ വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. കണ്ണിന് ആസ്വദിക്കാനേ അറിയൂ, സ്നേഹിക്കാൻ മനസ്സു തന്നെ വേണം. അതുകൊണ്ടാവും കണ്ണിന് തോന്നുന്ന ഇഷ്ടത്തിനേക്കാൾ മനസ്സിൽ തോന്നുന്ന ഇഷ്ടത്തിന് ആയുസ് കൂടുതൽ. അങ്ങനെയും ചില ഇഷ്ടങ്ങളുണ്ട്. പരസ്പരം ഇഷ്ടമാണെന്നറിഞ്ഞിട്ടും ആർക്കൊക്കെയോ വേണ്ടി ഇഷ്ടമല്ലെന്ന് നടിച്ച ഇഷ്ടങ്ങൾ. നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നമ്മൾ മറന്നാലും കാലം അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് സാക്ഷികളാകാം. വാക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒന്ന്. പക്ഷേ വാക്കുകളിലെ കള്ളം തിരിച്ചറിയുമ്പോൾ കബളിപ്പിക്കപ്പെടുന്ന മനസ്സുകളുടെ വേദന വാക്കുമാറ്റുന്നവർ അറിയാറില്ല. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്ക് സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ച് ജീവിക്കുക. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയമാണ്. ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യൻ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതിന് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും.